വഴുതനങ്ങയുടെ അരി പോലെ തന്നെ ഇതിനകത്തുണ്ടൊരു കുരു. ഇങ്ങനെ കുത്തും ഇങ്ങനെ വരും. തമിഴ്നാട്ടിൽ ഇത് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊന്നും കൃഷിയൊന്നുമില്ല. നമ്മുടെ നാടുകളിൽ ഇങ്ങനെ കാട് എവിടെയുണ്ടോ അതിൻ്റെ നടുക്ക് ഇങ്ങനത്തെ ഒരു ചുണ്ടങ്ങ ഉണ്ടാവും. ചുണ്ടങ്ങ ഇടാൻ പോട്ടോ. അത് വെള്ളം കാണും. ചിലപ്പം കുറച്ച് വെള്ളം തേങ്ങാക്കൊട്ടും കൂടെ ചേർത്ത് കൊടുത്തേക്കാം കേട്ടോ. നല്ലതാണോ? ഇതുണ്ടോ നമ്മൾ ഏകദേശം അത് തീരാനായിട്ടോ. ഇതൊരരി നോക്കിയാൽ കൈയുടെ കളറുണ്ടോ? തറ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ എന്തേ പറിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായോ? അതുകൊണ്ടത് കാണിച്ചു തരാവേ. ഞാൻ ഇതിൻ്റെ അറ്റത്ത് പുഴുവുണ്ട്. ഇതുണ്ടോ? എനിക്ക് അറ്റത്തൂടെ പുഴുവൊക്കെ വരാൻ തുടങ്ങി. ഇത് കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ടേ. മൂത്ത് നിൽക്കുന്നു. അപ്പോൾ ഇത് ഒരു ദിവസം തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നോക്കിയിരുന്ന. അപ്പം ഇച്ചിരി സമയം വൈകി പോയോ എന്ന് സംശയം. ഇല്ല, കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പം ഇതിന്ന് തോരൻ വെച്ച് നിങ്ങളെ കാണിച്ചു തരികട്ടെ. ഇത് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ്. അപ്പം ഇത് കണ്ടിട്ടില്ലാത്തവർക്കും കേട്ടിട്ടില്ലാത്തവർക്കും വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മുടെ സാധാരണ നമ്മൾ നട്ട് വളർത്തൽ കുറവാണ് ഈ സാധനം. ഈ നട്ട് വളർത്തുന്ന സ്ഥലമുണ്ട്. എവിടെയാണെന്നറിയാവോ? തമിഴ്നാട്ടിൽ ഇത് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊന്നും കൃഷിയൊന്നുമില്ല. നമ്മുടെ നാടുകളിൽ ഇങ്ങനെ കാട് എവിടെയുണ്ടോ അതിൻ്റെ നടുക്ക് ഇങ്ങനത്തെ ഒരു ചുണ്ടങ്ങ ഉണ്ടാവും. പിന്നെ റോഡ് സൈഡുകളിൽ ഒക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കാണാം. അപ്പോൾ ഇതൊന്നും ആർക്കും വലിയൊരു വിലയില്ല. ഇങ്ങനെ കാണുമ്പോഴേ കാട്ടിനകത്തൊക്കെ നിൽക്കുന്ന സാധനമല്ലേ. പക്ഷേ ഇതിന് ഒരുപാട് ഗുണമുള്ള സാധനം. ഇത് എനിക്ക് തോന്നുന്നത് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കറ്റ് ആക്കി ഇങ്ങനെ കിട്ടാറുണ്ട് പോലും. മറ്റേ ഈ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കൂലേ, ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കും. അപ്പോൾ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മാർക്കറ്റുകളിലൊക്കെ വിൽക്കാൻ കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സംഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇത് കുറച്ചധികം ഉണ്ട്. ഇത് മുഴുവൻ ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കരുതെന്നൊരു ചൊല്ലുണ്ട്. കാരണം അത്രമേൽ ഗുണമുള്ളൊരു സാധനമാണ് ഈ ചുണ്ടങ്ങ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് തന്നെ ചിലത് എന്താ പറയുക, വഴുതനങ്ങയുടെ പോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, വൈറ്റ് കളറിലുള്ള പൂവ് അല്ലെങ്കിൽ ലൈറ്റ് വയലറ്റ് കളറിലുള്ള പലതരം വഴുതനങ്ങ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് മെയിനായിട്ട് 2 തരം ചുണ്ടങ്ങയാണ് ഉള്ള സാധാരണ. അതായത് ഇളം വയലറ്റ് കളറിൽ പുണ്യാഹ ചുണ്ടയും വെളുത്ത കളറിലുള്ളത് പുത്തരി ചുണ്ടയും എന്നാണ് പറയപ്പെടാറ്. അതായത് വയലറ്റ് പൂവും വൈറ്റ് പൂവാണ് കാണാറുള്ളത്. ഇവിടെ ഇപ്പം നമ്മുടെ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ വൈറ്റ് നിറത്തിലുള്ള പൂവാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഈ വൈറ്റ് കളറുള്ളത് ഇത് പുത്തരി ചുണ്ടയാണ്. അപ്പോൾ പുണ്യാഹ ചുണ്ട എന്ന് പറയുന്ന സംഭവം കാണും. അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞങ്ങളുടെ ഇവിടെ പറമ്പിൽ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിൽ പറയാറുണ്ട്. അതുണ്ടായി വരുന്നത് ഉണ്ടോ? ഇത് ഉണ്ടായിരുന്നു. ഇത് പൂവായി വരുന്നത് വഴുതനയുടെ അളിയെന്നൊക്കെ പറയപ്പെടാറുണ്ട് ഈ സാധനം. കാരണം വഴുതനങ്ങ പോലെ തന്നെ അതിൻ്റെ അരിയും ചെറിയൊരു ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറി വെക്കുമ്പോഴാണെങ്കിലും വഴുതനങ്ങ വെക്കുന്ന പോലെ തന്നെ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ കറയൊക്കെ കളയുന്നു. വഴുതനങ്ങയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വെള്ളത്തിലരിഞ്ഞിട്ട് കഴുകിയല്ല അതുപോലെ എടുത്തിട്ടല്ലേ കറി വെക്കുക. അതുപോലെ തന്നെ. പിന്നെ എന്തെന്നുണ്ടോ, ചെറിയ കായ വേറെയും വരുന്നുണ്ട്. നമ്മൾ ഇത് ഈ സാധനമല്ലേ, ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കണം. വഴുതനങ്ങയുടെ അരി പോലെ തന്നെ ഇതിനകത്തുണ്ടൊരു കുരു. ഇങ്ങനെ കുത്തും ഇങ്ങനെ വരും. ഉണ്ടോ? കുത്തിയിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇടുക. അത് അലമ്പി കഴുകുമ്പോൾ ഉണ്ടാവും ആ കുരു അങ്ങ് പൊക്കോളും. ഒരുപാട് രോഗങ്ങൾക്കും പ്രതിവിധിയായിട്ടാണ് ഈ ചുണ്ടങ്ങയെ കാണാറ് കേട്ടോ. അതായത് രക്തപ്രവാഹം വേഗത്തിലാക്കാനും രക്തസമ്മർദ്ദം തടയാനും പിന്നെ മൂത്രാശയ രോഗങ്ങൾ തടയാൻ, ആസ്മ രോഗങ്ങൾക്ക്, പിന്നെ കുട്ടികളിലൊക്കെ കാണാറുണ്ടല്ലോ നമ്മൾ കൃമിശല്യങ്ങളൊക്കെ. അങ്ങനെയുള്ള കൃമിശല്യങ്ങൾക്കൊക്കെ നാട്ടുവൈദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ ചുണ്ടങ്ങ എന്ന് പറയുന്നത് കേട്ടോ. ഇത് കുത്തി ഉടയ്ക്കണം.
ഞെട്ടും കൂടെ പറിച്ച് മാറ്റണമായിരുന്നു. അപ്പം ഇത് കഴിക്കണമെങ്കിൽ, അതായത് ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി മെനക്കെടുക്കണം കേട്ടോ. ഓരോന്നും ഇങ്ങനെ കുത്തിപ്പൊട്ടിച്ച് എടുക്കണം. എന്നാലേ നമുക്ക് അരി കളഞ്ഞെടുക്കാൻ പറ്റും. അതിൻ്റെ കറയുണ്ട് കേട്ടോ. ആ കറ നല്ലോണം പോകണം. അതിന് നമ്മൾ കുത്തിപ്പൊട്ടിച്ച് വെള്ളത്തിലിടുകയാണ്. അത് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകി എടുക്കണം. അപ്പം നമ്മൾ മെഴുക്കുവരട്ടി വെക്കാനാണ് ഉദ്ദേശം കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഇതുണ്ടോ, നമ്മൾ ഏകദേശം അത് തീരാനായിട്ടോ. ഇതൊരരി നോക്കിയാൽ കൈയുടെ കളറുണ്ടോ, കറ വേണ്ട. നമ്മൾ ഇട്ട വെള്ളത്തിലാണെങ്കിലും ഇതിൻ്റെ കളർ നോക്കി ഇതാ വേണ്ടോ, ഇതിൻ്റെ കറയാണ് ഇതുപോലെ. അങ്ങനെ നമ്മുടെ ഉണ്ടങ്ങ മുഴുവൻ കൊത്തിയെടുത്ത് ഇതിൻ്റെ അരിയെല്ലാം കളഞ്ഞെടുത്തു. ഇതിന് നല്ലപോലെ നമുക്ക് വെള്ളത്തിലിട്ട് അലമ്പി കഴുകിയെടുക്കാം. ഇങ്ങനെ വെള്ളം നല്ല തെളിഞ്ഞ് വരുന്നോളം വരെ. പിന്നെ അരി കുറേ കഴുകി അങ്ങ് പൊക്കോളും. നമുക്ക് വേണ്ട. അതുകൊണ്ടോ അതൊരു അരി പിടിക്കും. കഴുകി തോന്നി മാറ്റാം. അങ്ങനെ കുഴപ്പമില്ല കേട്ടോ, കാരണം കഴുകിയപ്പോൾ അങ്ങ് പോയി. ഇവിടെ എല്ലാം കൂടെ മൊത്തത്തിൽ അതുപോലെ പോയി. വെച്ചിട്ടേ 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. കറ കാണുമ്പോൾ ഇളകാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 പ്രാവശ്യം മാറ്റി കഴുകി എടുക്കാം. ചെറുപയറൊക്കെ നമ്മൾ കഴുകി എടുക്കൂല്ലേ, ഇങ്ങനെ കല്ലൊക്കെ പോകാൻ വേണ്ടി. അതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കും. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു നിറം കണ്ടോ വെള്ളത്തിൻ്റെ കണ്ടോ, കറയാണിത്. കറ അരി അരി കഴുകണം. അങ്ങനെ 2-3 പ്രാവശ്യം നല്ലപോലെ, അടുത്തല്ല അത് നന്നായിട്ട് വൃത്തിയാകുന്നതാണ് കഴുകിയെടുക്കുക കേട്ടോ. സാധനം കുറച്ചേ ഉള്ളൂ, പറിക്കാനുണ്ട്. പറിച്ചോണ്ട് നിന്ന് നേരം കളയാനില്ലാത്തതുകൊണ്ടാണ് കുറച്ച് പറിച്ച് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ നമുക്കത് പറിച്ചിട്ട് വേറെ കുറച്ച് സൂത്രമൊന്നും ഉണ്ടാക്കാനുണ്ട്. കുറച്ച് സൂത്രമൊന്നും ഇല്ലാതെ ഒരു സൂത്രമുള്ളൂ കേട്ടോ. അത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഏതായാലും മെഴുക്ക് പുരട്ടി വെക്കാനാണല്ലോ ഉദ്ദേശം. അതുകൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇച്ചിരി ആർഭാടാക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെന്ത് വരുമ്പോഴേ ആ തേങ്ങയുടെയൊക്കെ രുചി അതിലോട്ട് പിടിച്ച് വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതൊരു കടിക്കുമ്പോൾ ചെറിയ കടിപ്പൊക്കെ ഉണ്ടാവും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പൊതുവെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് സവാള അരിഞ്ഞതും, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും, ഇത്തരം കാര്യങ്ങളെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇച്ചിരി ഉപ്പും, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇത്തരം കാര്യങ്ങളും കൂടെ ചേർക്കാൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ ഇത് ചുമയ്ക്കും, നീരിറക്കത്തിനും, ത്വക്ക് രോഗങ്ങൾക്കും ഒക്കെ ഗുണപ്രദമായിട്ടുള്ളൊരു മരുന്ന് തന്നെയാണ് കേട്ടോ ഈ ചുണ്ടങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതാരും മിസ് ചെയ്യാതെ കഴിച്ചോളൂ കേട്ടോ. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഞാൻ ചൂടാക്കാം. ഇങ്ങനെ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച്, അങ്ങനെയാണ് കേട്ടോ ഞാൻ മെഴുക്കുവരട്ടി വെക്കാറുള്ളത്. ചിലർ അവസാനം എണ്ണ ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. പക്ഷേ എൻ്റെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഉടങ്ങിയ തേങ്ങയിട്ട് തോരൻ വെക്കും, പിന്നെ നമ്മൾ കുടമ്പളിയൊക്കെ ഇട്ട് മീൻ പീര വെക്കില്ലേ അതുപോലെ വെക്കും, പിന്നെ വറുത്തരച്ച് തേങ്ങയൊക്കെ വറുത്തരച്ച് അങ്ങനെ കറിയായിട്ട് ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഈ ഒരു മെഴുക്കുവരട്ടി വെച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഉള്ളി ഇട്ട് കൊടുക്കാവേ. സവോള പിന്നെ കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വലിയ കരിച്ചുള്ളി മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ വെളുത്തുള്ളിയുടെ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഇട്ടിട്ട് ഇടാം. കളി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ
ഒന്നും കുഴപ്പമില്ല, അങ്ങനെ കിടന്നു അല്ല. പിന്നെ ഇത്തിരി ഉപ്പ് അഴിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഉപ്പുനീരാട്ടോ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവിടെ ഉപ്പ് കൂടി ഉപയോഗിക്കാറില്ല, ഉപ്പുനീര് മാത്രമേ ഉപയോഗിക്കാറില്ല. ഒരുപാട് അങ്ങനെ നന്നായിട്ട് വറുത്ത് എടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ വേവുണ്ട്. അതിലേക്ക് അതുകൂടെ ഇട്ട് രണ്ടും കൂടെ കിടന്നു വരുന്നുണ്ട്. ഇത്തിരി ഒന്ന് ആയി കഴിയുമ്പോൾ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ശേഷം ഉണ്ടെങ്കിൽ ഇടാൻ പോട്ടോ. അത് വെള്ളം കാണും ചിലപ്പം, കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇല്ലെങ്കിൽ കറ ഉണ്ടാവും, ചെറിയ വരുമ്പോൾ നന്നായിട്ട് കഴുകിയതാണ്. എന്നാൽ പോലും അതിനകത്ത് ചെറിയതായിട്ടൊക്കെ കണ്ടോ ഇനിയുണ്ട് ഉണ്ടാവും. ഇതാണ് രണ്ട് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലും അതിൻ്റെ കൂടെ കിടന്ന് വെന്ത് ആ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ രുചി അത് ഇതൊന്നും വേണ്ട. അടുത്ത് വെച്ച് ചെറിയ തീയിലിട്ട് ഇങ്ങനെ വെന്ത് വരട്ടെ കേട്ടോ. വെക്കാം, അടച്ച് വയ്ക്കാം. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ തീ കുറച്ചിടുക, എന്നിട്ട് അടച്ച് വെച്ചു. അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒരു സ്വല്പം വെള്ളം അതിൻ്റെ അടിയിൽ ലേശം വെള്ളം കൂടെ ഉണങ്ങി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി വേണം നമുക്ക് ഒഴിക്കാം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ട് ലേശം എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ വെക്കുവാണെങ്കിൽ അതാണ് ടേസ്റ്റ് ഒന്നും കൂടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണെങ്കിലും കുറച്ച് നേരം എടുക്കുന്നേ ഉള്ളൂ. കുറച്ച് നേരം അതങ്ങനെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്ത് നമ്മളത് നല്ലപോലെ വേവിച്ചെടുക്കണം, എന്നാലേ അതിന് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ടേസ്റ്റും അതിൻ്റെ ഒരു കറചവയൊക്കെ തോന്നും. അപ്പോൾ ഒട്ടും എന്തായാലും അളിഞ്ഞു വെന്ത അധികമായി പോവില്ല. കാരണം ചില വഴുതനങ്ങയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെന്ത അളിഞ്ഞ് കുഴഞ്ഞു പോവില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനുണ്ടാവില്ല. എന്തോരം വെന്താലും ഇത് കുഴഞ്ഞു പോവില്ല. അപ്പം നമ്മൾ നന്നായിട്ട് വേവിച്ച് തന്നെ എടുത്ത് കഴിക്കുക. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ഗുണമുള്ളൊരു സാധനം കൂടെയാണ്. ഇങ്ങനെ ചുണ്ടങ്ങയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ആരും ഇത് നഷ്ടപ്പെടുത്തി കളയരുത്, എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.